ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിന്ദുജയെ മുകുന്ദൻ വിളിക്കുമ്പം കരഞ്ഞോണ്ടാണ് അവൾ മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. രാഹുൽ ബിന്ദുജയെ തന്നെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. മുകുന്ദൻ ചോദിക്കും, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോന്ന്. അയ്യോ അല്ല അങ്കിളേന്ന് അവൾ കരഞ്ഞോണ്ട് പറയും. രാഹുൽ പറയും, ഇവൾ കള്ളം പറയുവാന്ന്. മുകുന്ദൻ പറയും, നീ മിണ്ടരുത്, നിന്നോടല്ല ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ബിന്ദുജയോട് ചോദിക്കും, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നോന്ന്. ബിന്ദുജ പറയും, അതെ അങ്കിളെ, അന്ന് തൊട്ട് ഇവൻ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഇവന്റെ ശല്യം സഹിക്ക വയ്യാതെ ഞാൻ പോലീസിൽ പരാതി വരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് അങ്ങ് ദേഷ്യം വരും. മുകുന്ദൻ പറയും, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്നാണല്ലോ ഇവൻ പറയുന്നത്. ബിന്ദുജ പറയും, യു ഇല്ല അങ്കിളെ, ഇവൻ കള്ളം പറയുക, ഇവന് വട്ട. രാഹുൽ പറയും, മോളെ നീ മറന്നോ, നമ്മൾ ഹണിമൂൺ ആഘോഷിച്ചത് കൊടൈക്കനാൽ പോയല്ലേ. മുകുന്ദൻ ബിന്ദുജയോട് പറയും, മോൾ അകത്തേക്ക് കയറി പൊക്കോളാന്. അയാൾ ദേഷ്യത്തോടെ രാഹുലിന്റെ നേരെ തിരിയും. രാഹുൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. രാഹുൽ ഓരോന്നും പറഞ്ഞു വരുമ്പോൾ മുകുന്ദൻ നല്ലൊരു അടി അവന് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ബിന്ദുജയെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനും വീട്ടുകാരും കാറിൽ നിന്ന് ഇറങ്ങി വരും. എല്ലാവരും അമ്പരപ്പോടെയാണ് നോക്കി നിൽക്കുന്നത്. രാഹുൽ അവന്റെ പുറകെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു വാൾ എടുക്കുന്നുണ്ട്. എടാന്നും വിളിച്ച് ദേഷ്യത്തോടെ മുകുന്ദന്റെ നേരെ ചെല്ലുമ്പോൾ മുകുന്ദൻ കൈ കരുതിയിരുന്ന റിവോൾവർ എടുത്ത് അവന്റെ നേരെ ചൂണ്ടും. അത് കണ്ട് രാഹുൽ ആദ്യം ഒന്ന് സ്റ്റക്കാവും. എന്നിട്ട് ചോദിക്കും, കളിത്തോക്ക് കാണിച്ച് പേടിപ്പിക്കുന്നോടാന്ന്. മുകുന്ദൻ ഒരു പുച്ഛ ചിരിയോടെ അവർ വന്ന വണ്ടിയുടെ ടയറിന്റെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ രാഹുലും കൂട്ടരും പേടിക്കുന്നുണ്ട്. മുകുന്ദൻ പറയും, എല്ലാം മുട്ടുകുത്തി നിന്ന് കൈ തലയ്ക്ക് മുകളിൽ വെക്കാന്. ആദ്യം അവർ കേൾക്കില്ലെങ്കിലും വീണ്ടും മുകുന്ദൻ തോക്ക് ചൂണ്ടുമ്പം പേടിച്ചിട്ട് എല്ലാവരും മുട്ടുകുത്തി നിന്ന് മുകുന്ദൻ പറഞ്ഞ പോലെ കൈ തലയ്ക്ക് മുകളിൽ വെക്കും. ആയുധങ്ങളൊക്കെ താഴെ ഇട്ടിട്ട്. ആ സമയം കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് വരും. പോലീസിനെ കണ്ട് അതിലൊരുത്തൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി പോലീസുകാർ അവന്റെ പുറകെ പോകും. രാഹുലാണെങ്കിൽ പോലീസിന് വക വയ്ക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പോലീസ് നല്ല ഒരെണ്ണം രാഹുലിന് കൊടുക്കുന്നുമുണ്ട്. തൂക്കിയെടുത്ത് വണ്ടിയിലും കയറ്റും. മുകുന്ദന്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ കണ്ട് ഇതിന് ലൈസൻസ് ഉള്ളതാണോന്ന് ചോദിക്കും. മുകുന്ദൻ പറയും, ഉള്ളതാ സാർ, ഇതുകൊണ്ട് വരാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അവരുടെ വടിവാളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നതെന്ന്. പോലീസ് പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് ഇടാന്. ബിന്ദുജോട് ചോദിക്കും, ഈ പയ്യനെതിരെ ഒരു 6 മാസം മുമ്പ് കുട്ടി കംപ്ലൈന്റ് തന്നതല്ലേ എന്ന്. പ്രതാപൻ പറയും, അതെ സാർ, ഞാനും മോളും കൂടി വന്ന കംപ്ലൈന്റ് തന്നത്. ബിന്ദുജ പറയും, അവനെ കൊണ്ട് ഭയങ്കര ശല്യ സാർ, പുറകെ നടക്കും, സമാധാനത്തോടെ അമ്പലത്തിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാ. ഈ സമയം മറ്റു പോലീസുകാര് ഓടിപ്പോയവനെ പിടിച്ചോണ്ട് വരുന്നുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇവളെ തട്ടിക്കൊണ്ടു പോവാനായിരുന്നു എന്ന്. ഇവള് നിങ്ങളെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. കല്യാണം കഴിക്കാന്ന് വാക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. ഇവനെയൊക്കെ തൂക്കിയെടുത്ത് കയറ്റാൻ പറയും പോലീസ്. എന്നാൽ പിന്നെ നിങ്ങളുടെ ചടങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞ് പോലീസുകാർ അവിടുന്ന് പോകും. രാഹുലൊക്കെ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. ചെറുക്കനും കൂട്ടരും മുകുന്ദന്റെ ഒക്കെ അടുത്തേക്ക് വരും. എല്ലാവരും ഒരു ഭയത്തോടെയാണ് നിൽക്കുന്നത്. അവരിനി കല്യാണത്തിൽ നിന്ന് പിന്മാറുമോ എന്ന് ഓർത്തിട്ട്. മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ പരാതിയോ ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. ചെറുക്കന്റെ അച്ഛൻ പറയും, ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാവും. തനിക്കോന്ന് ചെറുക്കനോട് മുകുന്ദൻ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കും ഒരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മുകുന്ദൻ പറയും, എന്നാൽ ശരി, സമയം കളയണ്ട, എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങിക്കോ, ഞാൻ പോയി അങ്കിതയും കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് മുകുന്ദൻ അവിടുന്ന് പോകും. രാഹുലിനെയും കൂട്ടരെ ഇറക്കാൻ ഒരു ലോക്കൽ നേതാവ് വരുന്നുണ്ട്. പക്ഷെ പോലീസ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടും. കോടതിയിൽ നിന്ന് ജാമ്യം എടുത്താൽ മതി, ഇവിടുന്ന് ജാമ്യം തരത്തില്ല എന്ന് തന്നെ പോലീസ് ഉറപ്പിച്ച് പറയും. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പ്രതാപനും മുകുന്ദനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. റിവോൾവർ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ്. കല്യാണം എന്നാന്ന് എസ് ഐ തിരക്കുമ്പോൾ വരുന്ന 12-ാം തീയതി എന്ന് പറയും. എസ് ഐ പറയുന്നുണ്ട് അതുവരെ എന്താണേലും അവർ പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന്. പുറത്തിറക്കാൻ ഒരു ലോക്കൽ നേതാവൊക്കെ ശ്രമിച്ചിരുന്നു എന്ന്. മുകുന്ദൻ പറയും, ഒരു കാരണവശാലും അവരെ പുറത്തിറക്കരുത് സാർ, അവർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം. പ്രതാപൻ എസ് ഐയെ കല്യാണം വിളിക്കുന്നുണ്ട്. ഒരാവശ്യം വന്നപ്പം സാറ് വന്ന് സഹായിച്ചു, അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡും കൊടുത്തിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങുന്നത്. അൻകിതയും കൃഷ്ണയും കൂടി സംസാരിച്ചിരിക്കുമ്പോഴാണ് മുകുന്ദനും പ്രതാപനും കൂടി വരുന്നത്. സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം അവർ തിരക്കുന്നുണ്ട്. പിന്നെ അവർ മദ്യം കഴിക്കാൻ വേണ്ടി പോകും. പ്രതാപന് നല്ല സങ്കടമുണ്ട്. എന്നും കണ്ടുകൊണ്ടിരുന്ന മോളാണ്. കല്യാണം കഴിഞ്ഞ് ഫ്ലോറിഡ പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ കാണണമെങ്കിൽ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകണം, അല്ലെങ്കിൽ അവൾ വല്ലപ്പോഴും ഇങ്ങോട്ട് വരണം, അല്ലാണ്ട് ദിവസം കാണാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് മുകുന്ദൻ പറയുന്നുണ്ട്, കാലം മാറുമല്ലേടോ, പഠിത്തവും ജോലിയൊക്കെ ആയി പിള്ളേരൊക്കെ പുറത്തു പോകുന്ന കാലവാ. എന്താണേലും നമ്മുടെ കടമ നിർവഹിച്ചു എന്നോർത്ത് സമാധാനിക്കുക. മുകുന്ദേട്ടന് മക്കളുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് കല്യാണം കഴിപ്പിച്ചു വിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കായിരുന്നു. മുകുന്ദൻ പറയും, ഒരു കണക്കിന് മക്കളില്ലാതിരുന്നത് നന്നായടോ, അവരെ വളർത്തണ്ട, പഠിപ്പിക്കണ്ട, കല്യാണം കഴിപ്പിച്ച് വിടണ്ട, പേരക്കുട്ടികളെ നോക്കണ്ട, ഒരു ഉത്തരവാദിത്വവും ഇല്ല, സുഖം. പ്രതാപൻ പറയും, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മുകുന്ദേട്ട, നിങ്ങൾക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തുകൂടായിരുന്നോ? മുകുന്ദേട്ടൻ ഉണ്ടാക്കിയേക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാൻ ഒരാൾ വേണ്ടേ? മുകുന്ദൻ പറയും, അഡോപ്റ്റ് ചെയ്താലും അത് എൻ്റെ കുഞ്ഞാവുന്നില്ലല്ലോ.
പ്രതാപൻ പറയും അത് ശരിയാ, എന്നാലും ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ട് പോകാൻ പാടില്ലല്ലോ. മുകുന്ദൻ പറയും അഡോപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി അങ്കിതയായിട്ട് പലതവണ ഞാൻ സംസാരിച്ചതാ, പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിന് അവക്ക് താല്പര്യമില്ല. പ്രതാപൻ ചോദിക്കും ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? മുകുന്ദൻ പറയും ഒരു പ്രതീക്ഷയില്ല, കാരണം അങ്കിതയ്ക്ക് മെനോപോസായി. ഈ സമയം കൃഷ്ണ അങ്കിതയും കൂടി ഈ കാര്യമാണ് സംസാരിക്കുന്നത്. അങ്കിത പറയുന്നുണ്ട് മുകുന്ദനോട് പലതവണ പറഞ്ഞതാ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്താലോ എന്ന്, പക്ഷേ എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല. കൃഷ്ണ പറയും എനിക്കും ഇഷ്ടമില്ല, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് എവിടുന്നോ വന്ന് ഒരു ചെറുക്കം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ രീതിയാ? അതിലും നല്ലത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതാ. അങ്കിത പറയും അതുമാത്രമല്ല, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആരുടെ കുഞ്ഞാന്നൊന്നും നമുക്കറിയില്ലല്ലോ, ആ കുട്ടിയുടെ അമ്മ എങ്ങനെയുള്ളതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, സൈക്കോ ആണോ വിദ്യാഭ്യാസവും വിവരം ഉള്ളതാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കൃഷ്ണ പറയും ആ പറഞ്ഞത് സത്യവാ, മാത്രമല്ല ആ കുട്ടിയെ നമ്മൾ അറിയിക്കുകയും ചെയ്യണം അവനെ നിങ്ങൾ ദത്തെടുത്താന്ന്. ആദ്യമേ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവണം നിങ്ങൾ അവരുടെ അച്ഛനും അമ്മയും അല്ലാന്ന്. അങ്കിത പറയും പിന്നെ അവൻ നമ്മളോട് നന്ദിയും കൂറും കാണിക്കുവോ? അനുസരിക്കാൻ തന്നെ മടിയായിരിക്കും. കൃഷ്ണ പറയും സ്വന്തം മക്കൾക്ക് പോലും അനുസരിക്കാൻ പറ്റില്ല, പിന്നെയാ ഏതോ ഒരുത്തൻ. ചേച്ചി പക്ഷെ വേറൊരു വഴിയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. എന്താന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയും സറോഗസി. ഒരു പെണ്ണിന്റെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നു. അങ്ങനെ ഒരു ഗർഭപാത്രം കിട്ടിയാല് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി മുകുന്ദേട്ടന്റെ കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിൽ വളരാം. അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, നമുക്കൊന്ന് നോക്കിയാലോ? ജനിക്കുന്ന കുഞ്ഞ് മുകുന്ദേട്ടന്റെ മാത്രമായിരിക്കും. അങ്കിത പറയും എനിക്ക് മെനോപോസ് ആയി കൃഷ്ണേ, ഇനി എഗ്ഗൊന്നും ഉണ്ടാവില്ല. കൃഷ്ണ പറയും പക്ഷെ മുകുന്ദേട്ടന്റെ കുഞ്ഞിനെ കിട്ടൂലോ, മുകുന്ദേട്ടൻ ഇപ്പം പ്രായം 52, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ആ കുഞ്ഞിന്റെ അമ്മ ഞാനല്ലല്ലോ, എനിക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകും. കൃഷ്ണ ചോദിക്കും മുകുന്ദേട്ടന്റെ കുഞ്ഞിനെ ചേച്ചിക്ക് സ്നേഹിക്കാൻ പറ്റില്ലേ? അങ്കിത പറയും അതുകൊണ്ടല്ല, ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ കേസൊന്നും മുകുന്ദൻ ഇഷ്ടാവില്ല. മുകുന്ദനും പ്രതാപനും അങ്ങോട്ട് വരുന്ന കണ്ട് അവർ സംസാരം നിർത്തുന്നുണ്ട്. അങ്കിതയോടും മുകുന്ദനോടും യാത്ര പറഞ്ഞ് കൃഷ്ണയും പ്രതാപനും അവിടെ നിന്ന് ഇറങ്ങും. ചേച്ചിയെ ആലോചിക്കണേന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണ പോകുന്നത്. മുകുന്ദൻ രാത്രി കിടക്കാൻ വരുമ്പോ അങ്കിത പറയുന്നുണ്ട് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടേതായിട്ട് ഒരടയാളം ഇവിടെ പിന്നെ കാണില്ലല്ലോ. മുകുന്ദൻ പറയും എന്നാ ആര് പറഞ്ഞു? നമ്മളുടെ വീട്, ഫർണിച്ചർ, കാറ്, ഫ്ലാറ്റ്, വില്ല അങ്ങനെയെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മറ്റുള്ളവർ കൈവശപ്പെടുത്തുമല്ലോ എന്ന് അങ്കിത പറയുമ്പോൾ മുകുന്ദൻ പറയും നമ്മൾ പോകുമ്പം അതെല്ലാം ഇട്ടിട്ട് പോകാനല്ലേ പറ്റൂ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. അങ്കിത പറയും കൃഷ്ണ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു, സറോഗസി, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. മുകുന്ദൻ പറയും ഓ അതായിരിക്കും അവൾ പോകാൻ നേരം ആലോചിക്കണം എന്ന് പറഞ്ഞതല്ലേ. അങ്കിത പറയും ഞാൻ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടുമെന്ന് അന്വേഷിക്കണം, അതിൽ ഇൻസെമിനേഷൻ നടത്തുക, അവർക്ക് പൈസ കൊടുക്കുക, പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുക, അതൊക്കെ വലിയ റിസ്ക് പിടിച്ച പണിയാ അല്ലേ മുകുന്ദൻ പറയും അതൊക്കെ ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്ന പോലെയാ, നമുക്കൊരു സംതൃപ്തി കിട്ടില്ല, നമുക്ക് ആ കുഞ്ഞിനെ സ്വന്തം പോലെ സ്നേഹിക്കാനും പറ്റില്ലായിരിക്കും അല്ലേ? അങ്കിത ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയും അത് മാത്രമല്ല അങ്കിതേ, എന്റെ സ്പേം എടുത്ത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തെ നിക്ഷേപിച്ച് ഒരു കുഞ്ഞിനെ കിട്ടുമ്പം ഞാനൊരു അച്ഛനാകും, പക്ഷെ നീയോ, നീ അതിന്റെ ആരും ആയിരിക്കില്ല, അതിന് വേറൊരു അമ്മ കാണും. അതോർക്കുമ്പോൾ അങ്കിതയ്ക്ക് സങ്കടാവും. അങ്കിത പറയുന്നുണ്ട് അത് ശരിയാണല്ലോ, നിങ്ങൾ അച്ഛനും മോനും അല്ലെങ്കിൽ അച്ഛനും മോളും, ഞാൻ വെറും ഒരു വളർത്തമ്മ മാത്രം. മുകുന്ദൻ പറയും അതൊന്നും വേണ്ട അങ്കിതേ, നമ്മളുടെ രണ്ടാളുടെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞു മാത്രമേ നമ്മുടെ കുഞ്ഞാവൂ. പക്ഷെ ഇനി അത് നടക്കില്ലല്ലോ എന്ന് അങ്കിത പറയുമ്പോൾ മുകുന്ദൻ പറയും ഇല്ലെങ്കിൽ വേണ്ട, ഇത്രയും കാലം മക്കളില്ലാതെ നമ്മൾ ജീവിച്ചില്ലേ. അങ്കിതയ്ക്ക് എന്നാലും ഒരു സങ്കടം ഉള്ളത് പോലെയാണ്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.